நயன்தாரா மற்றும் தனுஷோட வீடியோ இப்போ நெட்ஃப்ளிக்ஸில் ஸ்ட்ரீம் பண்ணிகிட்டு இருக்குது. நான் போய் பார்த்துடுச்சு. ஒரு 1 hour 27 minutes இருக்குது வீடியோ. அது அப்படியே ஒரு சினிமா மாதிரி எடுத்து வச்சுருக்கேன். நான் என்னடா மேரேஜ் வீடியோ அந்த மாதிரி தான் இருக்கும்னு நினச்சிட்டு இருந்துருச்சு. ஆனால் நெட்ஃப்ளிக்ஸில் கேரி பார்த்துடுச்சுன்னா சடன்லி அவரோட அந்த சினிமா ஜர்னி முதல் அங்கே ஸ்டார்ட் ஆகிடுச்சு. அவர் அம்மா வராரு, அவர் ஃப்ரெண்ட்ஸ் வராரு, அவர் கூட ஒர்க் பண்ணவங்க வராரு, அவர் ലവ് സ്റ്റോറി சொல்லிட்டு இருக்குது. അയ്യോ ഞാനെന്തിനതൊക്കെ തമിഴ് പറയുന്നേ? മലയാളികളെ, നയൻതാരയുടെ ആ ഒരു ഡോക്യുമെൻ്ററി ബിയോണ്ട് ദ ഫെയറി ടെയിൽ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സിക്ക് നിങ്ങൾക്ക് അറിയാലോ. ആൻഡ് എഗെയിൻ ഒരു വക്കീൽ നോട്ടീസ് ധനുഷ് അയച്ചു നയൻതാരയ്ക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 24 മണിക്കൂർ തരും, 24 മണിക്കൂർ തരും. ആവശ്യം ധിക്കരിച്ചാൽ പ്രത്യാഘാതം 10 കോടിയിൽ ഒതുങ്ങില്ല. നയൻതാരയ്ക്ക് വീണ്ടും ധനുഷിൻ്റെ നോട്ടീസ്. ഓക്കെ, അപ്പോൾ എന്താ വിഷയം വെച്ചെങ്കിൽ, നയൻതാരയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി റിലീസായപ്പോൾ നാനും റൗഡിതാൻ സിനിമയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി, കട്ട് ചെയ്തില്ല, വെച്ചു നയൻതാര. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം വന്നപ്പോൾ വീണ്ടും ധനുഷിൻ്റെ ടീം ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഒരു വട്ടം പറഞ്ഞു കേട്ടില്ല, നിങ്ങൾ വീണ്ടും റിലീസ് ചെയ്തിരിക്കുന്നു, എൻ്റെ കോപ്പിറൈറ്റ് കോണ്ടൻറ്റ് ഉള്ള സാധനം വെച്ചിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് 10 കോടിയല്ല അതൊക്കെ മേലെ തരും എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഒരു രീതികൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഇതിനെ തുടർന്ന് കുറേ സൈബർ ആക്രമണമൊക്കെ നയൻതാരയ്ക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ കുറേ പേര്, ഞാൻ പറയുന്നത് ഒരു മോസ്റ്റ്ലി ഒരുപാട് പേർക്ക് സംഗതി മനസ്സിലായിട്ടുണ്ട്. നയൻതാര അവരുടെ ഇതൊരു ബിസിനസ് ആക്കിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്ററി. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഡോക്യുമെൻ്ററി രസമുണ്ട്, ചില പോർഷൻസിൽ ക്രിഞ്ചാണ്. പക്ഷേ കുറേയൊക്കെ അവരുടെ അമ്മ സംസാരിക്കുന്നത്, അവരുടെ ജേർണിയെക്കുറിച്ച് പറയുന്ന സ്ഥലത്തൊക്കെ ഇറ്റ് വാസ് ലൈക്ക് ഗൂസ് ബംസ് ആണ്. ചില സമയത്ത് ഉള്ള കാര്യം പറയാമല്ലോ, കാര്യം പോലെ തന്നെ നമ്മൾ സംസാരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, അത്രയും കിടിലനായിട്ട് എടുത്തു വെച്ച ഒരു ഡോക്യുമെൻ്ററി അത് ബിസിനസ്സായിട്ട് തന്നെ കറക്റ്റ് പക്ക ബിസിനസ്സായിട്ട് തന്നെ നമുക്ക് ഫീലാവുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ധനുഷ് ഫ്രീ ആയിട്ട് അയാളുടെ കോപ്പിറൈറ്റുള്ള ഒരു സാധനം എടുത്ത് കൊടുക്കണമോ എന്നുള്ളത് അവരുടെ നല്ലൊരു ചോദ്യം തന്നെയല്ലേ. അപ്പോൾ എന്താണെങ്കിലും ധനുഷ് സപ്പോർട്ടേഴ്സ്, നിങ്ങൾ നയൻതാരയെ സൈബർ ആക്രമണത്തിലൂടെ കൊല്ലാതിരിക്കുക. കാര്യം പോലെ പറഞ്ഞാൽ മതി. ഡയാന കുര്യനിൽ നിന്ന് നയൻതാരയിലേക്കുള്ള ജേണി, അതാണ് ആ ഡോക്യുമെൻ്ററി. എന്താണെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക. എസ്പെഷ്യലി അവരുടെ നയൻതാരയുടെ അമ്മയുടെ പോർഷനൊക്കെ നിങ്ങളൊന്ന് കയറി കാണുക. ഓക്കെ, ഇനി ഈ ഒരു കോണ്ടൻറ്റിൻ്റെ മെയിൻ പോർഷനിലേക്ക് ഞാൻ വരുമ്പോൾ, ഫൈറ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ആ എടുത്ത ഒരു കുറച്ച് ടൈം ഉണ്ടായിരുന്ന നാനും റൗഡിതാൻ എന്ന് പറഞ്ഞ സിനിമയിൽ അവരുടെ മൊമെൻറ്റ്സിന് ധനുഷ് അടിച്ച കോപ്പിറൈറ്റ് അടിച്ചിട്ടൊന്നുമില്ല, ക്ലെയിം ചെയ്തത്, പൈസ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കോണ്ടൻറ്റ് പറയാനുള്ളത്, നയൻതാര വേറൊരാൾക്ക് വെച്ച പണി. ഓക്കെ, നയൻതാര ധനുഷിന് ആ ഒരു ഓപ്പൺ ലെറ്റർ അയച്ചിട്ട്, നിങ്ങളൊരു മനുഷ്യനാണോ, ഓം നമഃ ശിവായ പറയുന്ന നിങ്ങൾക്ക് ഇത്ര പോലും ചെയ്യാൻ വയ്യേ, ചെറിയൊരു പോർഷനല്ലേ നമ്മൾ എടുത്തുള്ളൂ എന്നൊക്കെ ചോദിച്ച് ധനുഷിനെതിരായി എഴുതിയ ഒരു ഓപ്പൺ ലെറ്റർ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതേ നയൻതാര ധനുഷിനെ ചോദ്യം ചെയ്ത്, അല്ലെങ്കിൽ ധനുഷിനെ ആളുകളുടെ ഇടയിൽ ഇവൻ ഇങ്ങനത്തെ ആളാണ് എന്ന് പറഞ്ഞ നയൻതാര NOC ആവശ്യപ്പെട്ടിട്ട് ധനുഷ് തന്നില്ല. അതിന് കാശ് ചോദിച്ച ധനുഷ് ഇവൻ എന്ത് മനുഷ്യനായെന്ന് ചോദിച്ച നയൻതാര. നമ്മളെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണ് കരിങ്കാളിയല്ലേ, ആ മറ്റേ സാധനം ഇങ്ങനെ വന്നിട്ട് ഇത് ആ സാധനമല്ലേ, ആ പാട്ട്. ഓക്കെ, ഞാൻ അങ്ങനെ കാണിക്കാൻ കാരണം ആ പാട്ടിൻ്റെ ഒരു വൈറാലിറ്റി ഇപ്പോൾ കറൻലി ആളുകളിലേക്ക് എത്തിയിട്ടുള്ളത് ഫഹദ് ഫാസിലിൻ്റെ ആവേശത്തിലാവരുത് കഴിഞ്ഞിട്ടാണ്. എനിക്ക് ലൈക്ക് ഭക്തിഗാനങ്ങൾ ഹിറ്റാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടറാണ്. അത് മലയാളത്തിൽ നിന്നൊരു ഭക്തിഗാനം, ഏത് ലാംഗ്വേജിൽ നിന്നാണെങ്കിലും ഒരു ഭക്തിഗാനം കയറി ഹിറ്റാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമാണ്. ഇപ്പോൾ കരിങ്കാളിയല്ലേ എന്നുള്ള സോങ് നമുക്കറിയാം, ഇറങ്ങി കുറച്ചാണ്ടായപ്പോൾ തന്നെ വൻ വൈറലാണ് ആ പാട്ട്. ഓക്കെ, അതിൽ കുറേ റീലുകൾ ഇറങ്ങുന്നു, ആ വീഡിയോ റിപ്പീറ്റ് ചെയ്ത്, ഇപ്പം ഞാനാണെങ്കിലും ആ ടൈമിലൊക്കെ റിപ്പീറ്റ് ചെയ്ത ആ പാട്ട് ഭയങ്കര രസമാണ് കേട്ടോ, കരിങ്കാളിയല്ലേ. അതിനുശേഷമാണ് ആവേശം വന്നത്. പിന്നെ അതിനുശേഷം അത് IPLക്ക് കയറി ഫോർവേഡ് ചെയ്തു. ഈ കരിങ്കാളിയല്ലേ എന്ന് പറഞ്ഞ സോങ്, ഇതിന് 4.9 crore വ്യൂസ് ഉണ്ട് യൂട്യൂബിനകത്ത്. ഓക്കെ, അപ്പോൾ അത് അത്രയും വൈറലായിട്ടുള്ളൊരു സോങ്ങാണ്. ഈ സോങ് നമ്മുടെ നയൻതാര അവരുടെ ഒരു പ്രമോഷൻ, ഓക്കെ, അവരുടെ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ട്
ഈ കരിങ്കാളിയല്ലേ എന്ന് പറഞ്ഞ് ഈ പാട്ടിറക്കിയ ടീമിൻ്റെ സമ്മതമില്ലാതെ അവർ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്തു. ഫെമി 9 എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ അൾട്രാ തിൻ ഡെയിലി വെയർ പാഡ്സ്, ഓക്കെ, സ്ത്രീകൾ വയ്ക്കുന്ന പാഡിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട് 9 എന്ന് പറഞ്ഞുള്ള. അവർക്ക് ഫെമി 9 എന്ന് പറഞ്ഞാൽ ഈ പാഡിൻ്റെ ഇതുമുണ്ട്. ഇതല്ലാതെ അവർക്ക് മറ്റേ കോസ്മെറ്റിക്സിൻ്റെ ഒരു സാധനമുണ്ട് കേട്ടോ. അവർക്ക് 9 സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള നയൻതാരേൻ്റെ വേറൊരു സംരംഭം കൂടി നയൻതാരയ്ക്കുണ്ട്. അപ്പോൾ നയൻതാരയുടെ ഫെമി 9 എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാഡിൻ്റെ ഒരു ആഡിന് വേണ്ടിയിട്ട് ഞാൻ ഈ സൈഡിലുള്ള റീൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പാഡിങ്ങനെ പിടിക്കുന്നു, അപ്പോൾ ചിരിക്കുന്നു, പാഡില്ലാത്തപ്പോൾ കരയുന്നു. ഈ ഒരു സെറ്റപ്പിൽ ഈ കരിങ്കാളിയല്ലേ എന്നുള്ള സോങ് ഇട്ടിട്ട് ഇവരൊരു റീൽ വീഡിയോ പ്രൊമോഷൻ, അതായത് ഈ പാഡിൻ്റെ പ്രൊമോഷൻ എന്നുള്ള രീതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ പലരും ചോദിക്കും ഇതിപ്പോൾ എന്താ ഈ കരിങ്കാളിയല്ലേ എന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ സോങ്ങിൽ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടില്ലേ, IPL താരങ്ങളടക്കം ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടില്ലേ, അപ്പോൾ അതിപ്പോൾ നയൻതാര ചെയ്താൽ എന്താണ് വിഷയം എന്നുള്ളതായിരിക്കും നിങ്ങളുടെയൊക്കെ ഒരു ചോദ്യം. അവിടെയാണ് ഞാൻ നിങ്ങൾക്കൊരു വ്യക്തിയുടെ പ്രൊഫൈൽ കാണിച്ചു തരാം. ഓക്കെ, ഈ വ്യക്തിയാണ് ഈ കരിങ്കാളിയല്ലേ എന്നുള്ള സോങ്ങിൻ്റെ കോപ്പിറൈറ്റ് ഓണർ കം പ്രൊഡ്യൂസർ കം എല്ലാം ഈ വ്യക്തിയാണ്. ഓക്കെ, ജെനീഷ് മന്നപ്പുള്ളി എന്ന് പറഞ്ഞുള്ള ഈ ഒരു വ്യക്തി. ഈ വ്യക്തി നയൻതാര ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവരുടെ സോങ് ഉപയോഗിച്ചതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കേസ് അന്ന് കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഇനിയല്ല കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു പോർഷൻ പ്ലേ ചെയ്യാം. കേരളമാകെ ഏറ്റെടുത്ത പാട്ടായിരുന്നു കരിങ്കാളിയല്ലേ. പിന്നീട് ആവേശം സിനിമ ഇറങ്ങിയതോടെ പാട്ട് വീണ്ടും ഹിറ്റായി. മലയാളത്തിനകത്തും പുറത്തും ആളുകൾ പ്രായഭേദമന്യേ റീൽസ് ചെയ്യാനും തുടങ്ങി. എന്നാൽ ചലച്ചിത്ര താരം നയൻതാരയുടെ കമ്പനി ഈ പാട്ട് സാനിറ്ററി പാഡിന്റെ പരസ്യത്തിന് ഉപയോഗിച്ചതോടെ കഥയാകെ മാറി. ഒരു പരിധിവരെ കലാകാരന്മാരുടെ ക്രിയാത്മകമായിട്ടുള്ള പ്രക്രിയയിലൂടെ ഉദ്ഭവിക്കുന്ന സൃഷ്ടികൾ പലപ്പോഴും മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളും വലിയ വലിയ കോൺഗ്ലോമറേറ്റ്സും മൾട്ടിനാഷണൽ കമ്പനീസൊക്കെയാണ് എക്കണോമിക്കലി അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരു ഇത്തിരി മാറി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് കൂടുതൽ ആളുകൾ സംസാരിക്കാനും അറിയാനും തുടങ്ങിയതിനു ശേഷം കലാകാരന്മാരിലേക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള അവകാശം, അധികാരം വീണ്ടും തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്. പരസ്യത്തിനല്ലാതെ പാട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഈ ഒരു സംഭവം ഞങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയുള്ളത്. കാരണം ഇന്ത്യയിലെ 2 പ്രമുഖ ബ്രാൻഡുകളുടെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാനിരിക്കെ ഇവരുടെ ഈ ഒരു പ്രൊമോഷൻ വീഡിയോ വരികയും അവർ ഈ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. സംഭവത്തിൽ കോടതി ഉത്തരവ് ഉണ്ടായിരുന്നിട്ടും കമ്പനി പാട്ട് നീക്കം ചെയ്തിട്ടില്ല. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇവർ കൊടുത്ത കേസും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇനി ഈ കേസ് കൊടുത്ത വ്യക്തി, ഞാൻ പറഞ്ഞല്ലോ നയൻതാര ചുമ്മാ വന്ന് നയൻതാരയ്ക്ക് ഒരു റീൽ ചെയ്യണം എന്നുള്ള ഫീലിൽ വന്നൊരു വീഡിയോ ഇട്ട് റീൽ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത്ര സീനില്ല. അതിന് വരെ നയൻതാര സ്വന്തം പ്രോഡക്റ്റ് അത് പ്രൊമോഷന് വേണ്ടിയിട്ട് അവരൊരു റീൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓക്കെ അതിൽ വെച്ച പാട്ടിൻ്റെ ഓണേഴ്സിനെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളൊരു മിനിമം മാന്യത ഉണ്ട് ഇല്ലേ? ഇപ്പോൾ ധനുഷിനെ മാന്യത പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ധനുഷിനെ മനുഷ്യത്വം പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. കാരണം നയൻതാരയ്ക്ക് കൃത്യമായിട്ട് അറിയാം കോടതി ചെന്ന് കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നില്ല, കാരണം അത് ധനുഷിൻ്റെ കോപ്പിറൈറ്റുള്ള സാധനങ്ങളാണ്. പക്ഷെ മനുഷ്യൻ ദൈവത്തിൻ്റെ കോടതിയിൽ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന നയൻതാര ഫാൻസ്, നിങ്ങൾ ഈ വ്യക്തി പറയുന്നത് കുറച്ച് കേൾക്കണം. ഓക്കെ, ഹലോ നമസ്കാരം, എൻ്റെ പേര് ജെനീഷ് എന്നാണ്. കരിങ്കാളി എന്ന ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. ഷൈജോറാനാണ് അതിൻ്റെ മ്യൂസിക്. കണ്ണമംഗലത്ത് വരികൾ എഴുതി വിനീഷ് കല്ലറ്റിങ്ങര, അനൂപ് പുതിയടത്ത് എന്നിവരാണ് പാടിയിട്ടുള്ളത്. പാട്ട് ഞങ്ങൾ കുഞ്ഞു പാട്ടാണ്, നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും വൈറലാകുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ നമ്മളത് ഇറക്കി, അതിൻ്റെ വിഷ്വലും സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വിഷ്വലും ചെയ്ത് ഇറക്കി. പാട്ട് വൈറലായി, ഹിറ്റായി. ഒരു വർഷത്തോണ്ട് തന്നെ ഏകദേശം 41 മില്യൺ വ്യൂസായി. ആ സമയത്താണ് എന്നെ അൻവർ റഷീദ് ഡയറക്ടർ പ്രൊഡ്യൂസർ ആളെന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ആളെന്നെ വിളിച്ചു. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ ആൾ പറഞ്ഞു ഞാൻ സൗകര്യം പോലെ വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു സമയം പറഞ്ഞ സമയത്ത് ആൾ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുതിയൊരു മൂവി വരുന്നുണ്ട്, അതിലേക്ക് ഒരു 8 സെക്കൻഡ് ഇതുപോലെ നമ്മുടെ അങ്ങനെ അൻവർ റഷീദ് സംസാരിച്ചു. ഇങ്ങനെ ഒരു പുതിയ മൂവിയിലേക്ക് ഇങ്ങനെ 8 സെക്കൻഡ് വേണം, ഒരു റീൽസിൻ്റെ ഒരു സംഭവമാണ്, ഫഹദ് വാസിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അതിലുപരി അവർ പറഞ്ഞു അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിലേക്ക് പുറത്താണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നാട്ടിലേക്ക് പോയി. അങ്ങനെ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, അവരൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ എഗ്രിമെൻറ്റൊക്കെ സൈൻ ചെയ്തു. അവരൊരു നല്ല രീതിയിലുള്ളൊരു സാമ്പത്തികവും എനിക്ക് തന്നിരുന്നു കേട്ടോ. നമ്മുടെ അടുത്ത് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ
അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരോട് തന്നെ പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു പേയ്മെൻറ്റ് അവർ നല്ല രീതിയിലാണ് പേയ്മെൻറ്റ് തന്നു, എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് പോന്നു. അതിനുശേഷം പിന്നെ പടമിറങ്ങി. അങ്ങനെ പടമിറങ്ങി വീണ്ടും പാട്ട് ഹിറ്റിലേക്ക്, ഈ എന്താ പറയുക, പാൻ ഇന്ത്യ ഹിറ്റായി, IPL വന്നു. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ളവരും റീൽസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ സന്തോഷമാണ് നമുക്ക്. എല്ലാവരും റീൽസ് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. ആർക്ക് വേണമെങ്കിലും റീൽസ് ചെയ്യാം, അതിനൊന്നൊരു നമുക്ക് യാതൊരു പ്രശ്നം, നമുക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ ആ ഒരു ട്രെൻഡിങ് സമയത്ത് ആവശ്യം ഇറങ്ങി ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുക, ഓൾ ഇന്ത്യ ലെവലിലല്ല, വേൾഡ് വൈഡ് തന്നെ. ആ സമയത്താണ് ഈ ഫെമിനൈൻ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ്, നയൻതാരയുടെ പ്രൊഡക്റ്റിനെ ഒരു പ്രൊമോഷൻ ചെയ്യണം ഈ ഒരു പാട്ട് വെച്ചിട്ട്. അവരുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ അവരുടെ ഡീലർമാരും എല്ലാവരും ഈ ഒരു സോങ് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ അനുമതിയോ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കാതെ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നമ്മളെ വാട്സപ്പ് നമ്പർ, ഇമെയിൽ ID അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ മെസ്സഞ്ചറുകളെല്ലാം അവൈലബിൾ ആണ്. നമ്മൾ എപ്പോൾ ആണെങ്കിലും നമ്മൾ 24 hour ഓൺലൈനിലാണെന്ന് തന്നെ പറയാം. അപ്പോൾ കാണുന്ന സമയത്ത് നമ്മൾ റിപ്ലൈ കൊടുക്കുമല്ലോ, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവർ സന്തോഷപ്രകാരം എടുത്തിട്ടു. അങ്ങനെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അവരൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം, ഏതൊരു ടീം, അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് പോക്കോ, ഞങ്ങളത് ചെയ്യും. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് അത് സംസാരിച്ചത്. അപ്പോൾ പിന്നെ നമുക്ക് നിയമ നടപടിയിൽ അത് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ടല്ലോ, ആ നിയമത്തിനെ പിന്തുടർന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്, ബ്ലാക്ക് പ്രോ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതൊക്കെ പോകുന്നത് നിയമപരമായിട്ടുള്ള രീതിയിലൂടെയാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്നല്ല, ഈ കോപ്പിറൈറ്റ് സംബന്ധിച്ച ഈ കോപ്പിറൈറ്റിൻ്റെ എല്ലാ നിയമവശങ്ങളും പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് അങ്ങനെ തെറ്റ് ഇതുവരെ വന്നിട്ടില്ല, ഇനി വരില്ല. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ അങ്ങനെയാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്. അതായത് നമ്മളേതൊരു ചെറിയൊരു യൂട്യൂബ് ചാനലിലെ എന്നുള്ള ധാരണയായിരിക്കും അവർക്ക്. അങ്ങനെയാണ് നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എപ്പോഴാണ് ചോദിക്കാനുള്ളത്. അതായത് ധനുഷ് NOC കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇത്രയും കോലിളക്കം സൃഷ്ടിച്ച നയൻതാര ആൻഡ് ടീം, നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ, നയൻതാരയ്ക്ക് ചുമ്മാ വന്നിട്ടൊരു റീൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവരെ ക്രിയേറ്റീവായിട്ട് ചെയ്തു പോകുക എന്നുള്ളതിൽ ഇവർക്കും വലിയ സീനൊന്നുമില്ല. ഈ പാട്ടിറങ്ങി, ഇത് ഇത്രയും വൈറലായി, അതൊരു പടത്തിൽ വന്നു. അപ്പോൾ സിനിമ ഫീൽഡിലുള്ള ഒരാൾ തന്നെയാണ് നയൻതാര ടീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് എടുക്കുമ്പോൾ മിനിമം മാന്യതയാണ്. ഇപ്പോൾ നിങ്ങൾ ധനുഷിനോട് പറഞ്ഞ ഒരു മിനിമം മാന്യത, ഹ്യൂമൻ കൺസിഡറേഷൻ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, വലിയ വലിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സാധനങ്ങൾ തന്നെയല്ലേ മാഡം ഈ പറഞ്ഞ ഈ പാട്ടിൻ്റെ പ്രൊഡ്യൂസർക്കോ കോപ്പിറൈറ്റ് ഓണർക്കോ നിങ്ങൾ ഒരു മിനിമം കേർട്ടസി ഈസ് ലൈക്ക് നിങ്ങളൊരു മെസ്സേജ് അയക്കുക. കാരണം നിങ്ങളൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനാണ് അവിടെ ചെയ്തത്. ആൻഡ് നിങ്ങളുടെയൊക്കെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഓക്കെ, അപ്പോൾ അതിലൂടെ ഒരു ട്രെൻഡ് സാധനം നിൽക്കുന്ന സമയത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര വൈറലാവുമോ സാധനം, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവരോടൊരു മിനിമം മാന്യതയാണ് വി ആർ യൂസിങ് ദിസ്, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഡയറക്റ്റ് ഇറങ്ങി ചോദിക്കണമെന്നില്ല, നിങ്ങളെ കൊണ്ട് ഏത് ടീമാണോ നിങ്ങളെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കും ചോദിക്കാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. അത് ചെയ്തില്ല. അതിനുശേഷം ഇവർക്കിതെങ്ങനെ മോശമായിട്ട് ബാധിക്കും എന്നുള്ളൊരു സ്കീമുണ്ട്. ഇപ്പോൾ ഒരു പാട്ട് ഇറക്കുമ്പോൾ അതിൻ്റെ റവന്യൂ വരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് മാത്രമായിരിക്കില്ല. അപ്പോൾ ഇതേപോലുള്ള ഒരു എക്സ്ട്രാ സാധനങ്ങൾ കിട്ടും. ഒരു സിനിമയിൽ ഇത് ഉപയോഗിക്കാൻ നേരത്ത് അവർ ചിലപ്പോൾ വളരെ മാന്യമായിട്ട് ആവേശത്തിൻ്റെ ടീം ഇവരെ വിളിക്കുന്നു, കോണ്ടാക്ട് ചെയ്യുന്നു, അവർക്കുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു, ആ ഒരു പെർട്ടിക്കുലർ പോർഷന് വേണ്ടി മേടിക്കുന്നു. അപ്പോൾ ആവേശത്തിലും മേ ബി ഫാസിൻ്റെ സീനിബിലിറ്റിയിലേക്ക് എന്താ പറയുക, ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് സീനാണ്. നയൻതാരേൻ്റെ 30 സെക്കൻഡ് റീലാണ്. ഓക്കെ, അപ്പോൾ ഇവരിത് സിനിമയിൽ ഉപയോഗിക്കാൻ വേണ്ടി അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തു, അതിന് കോപ്പിറൈറ്റ് ഓണർ ചെയ്യുന്ന പെർമിഷൻ മേടിച്ച് അവർക്ക് ഒരു ഹെൽത്തി എമൗണ്ടും കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ്, ഒരു റീല്, അത് റീലിലൂടെ കുറേ പേർക്ക് വിസിബിലിറ്റി കിട്ടുന്നു, അതിലൂടെ പ്രൊഡക്റ്റിന് സെയിൽസ് നടക്കുന്നു. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു മാന്യത, ഇപ്പോൾ ധനുഷിനോട് നിങ്ങൾ ചോദിച്ചൊരു മാന്യത നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ പാട്ടിൻ്റെ ഓണേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അവർക്കൊരു ഇത്ര എമൗണ്ട്. ഓക്കെ, ഇതെന്താ പറയുക, ഞാൻ ധനുഷിൻ്റെ കാര്യം സംസാരിച്ചപ്പോഴും പറയുന്നുണ്ടായിരുന്നു, നയൻതാര ഓക്കെ അവരുടെ സ്ട്രഗിൾ ശരിയാണ്, അവർ വന്നത്, അവരിപ്പോൾ ബ്രാൻഡായത്, ലേഡി സൂപ്പർ സ്റ്റാർ ആയത് എല്ലാം ഫൈനാണ്. ബട്ട് എന്താ പറയുക, ചില കാര്യങ്ങളിൽ അവർ നല്ല പൈസ കയ്യിലടി, ചില കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ ഓക്കെ ഞാൻ നയൻതാരയാണ് ഞാൻ ചെയ്യുന്നു, ആ സ്കീമല്ലല്ലോ ചെയ്യുമ്പോൾ അത് വൃത്തിയായി കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണ്ടേ, അത് അറിയും ചെയ്യാമല്ലോ. ഇപ്പോൾ ചോദിക്കാനും പറയാനും ആളില്ല. ഇവർക്ക് വന്ന നഷ്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരുടെ ആ ഒരു പാട്ടിന് വേറെ 2 കമ്പനികൾ ആ പാട്ട് ഉപയോഗിച്ച് അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ പറയുമ്പോൾ ഇവർക്കത് ഈ ഒരു ഒന്നുമില്ലാത്തതോടൊന്ന് നയൻതാരേൻ്റെ പ്രൊഡക്റ്റും കൊടുത്തിട്ട് ഈ റീലിടുമ്പോൾ അത് എല്ലായിടത്തും സ്പ്രെഡാവുമ്പോൾ ബാക്കി 2 ക്യാൻസലായി പോയില്ല, അവർക്ക് നഷ്ടം തന്നെയല്ലേ.
അപ്പം ഇതാദ്യം അഡ്രസ്സ് ചെയ്യണ്ടേ. ഈ നിയമപരമായിട്ടുള്ള നടപടിയും കാര്യങ്ങളും ഇപ്പോഴും സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. ഈ കേസിൻ്റെ ഹിയറിങ്ങും കാര്യങ്ങളും നടക്കണുള്ളൂ. ഇത് ഡീൽ ചെയ്യാൻ നയൻതാരയ്ക്കും ടീമിനും പറ്റായിട്ടാണ്, അല്ലെങ്കിൽ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അത് തിരിഞ്ഞു നോക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവൻ ആരുടെ ചുമ്മാ ഒരു യൂട്യൂബ് പാട്ട്. ഈ സ്കീമിൽ നിങ്ങൾ മൈൻഡ് സെറ്റ് വെച്ചിട്ടുള്ള ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള നിങ്ങളാണ് പോയിട്ട് ധനുഷിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോശമല്ലേ? കാരണം ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരാണല്ലോ. സാധാരണക്കാർ ഇപ്പോൾ ഒരു നല്ലൊരു പാട്ട് ചെയ്തു, അത് ഹിറ്റായി, നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കടമയും കൂടി നമുക്കുണ്ടല്ലോ. കാരണം നമ്മളൊരു സോങ്ങോ കാര്യങ്ങളോ ഉണ്ടാക്കി അത് മറ്റുള്ളവർ അടിച്ചു മാറ്റി അവരുടേതായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് 10 പൈസ ചിലവില്ലാതെ അവർ അവരുടേതായ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ ആണല്ലോ. അത് പ്രാബല്യത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയും ഇതുപോലെ ഹിറ്റുകൾ ഉണ്ടാകുമ്പോൾ വലിയ വലിയ കോർപ്പറേറ്റുകൾ സിമ്പിളായിട്ട് അത് എടുത്തുകൊണ്ട് പോകരുത് എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത്. കാരണം ഒരുപാട് ആൾക്കാർ കലാകാരന്മാർ അവരുടെ ക്രിയേറ്റിവിറ്റികളൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ ആണല്ലോ. നാളെ വേറെ ഇതുപോലെ സംഭവങ്ങൾ ഇതിലും വലിയ ഹിറ്റുകൾ ഉണ്ടാകുമ്പോൾ അത് സിമ്പിളായിട്ട് ആരും അങ്ങനെ എടുത്തുകൊണ്ട് പോകരുത്. കാരണം അതിനെ ചോദിക്കാൻ പറയാൻ ഒരാളുണ്ട് എന്നുള്ളൊരു അറിവ് അവർക്ക് ഉണ്ടാവേണ്ടത് നല്ലതാണ്. നമ്മൾ റീൽസ് ചെയ്യണോണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും എതിരല്ലട്ടാ, അതും പറയല്ല. ഒരുപാട് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലായാലും മറ്റ് സോഷ്യൽ മീഡിയകളിലായാലും എല്ലാവരും റീൽസുകൾ ചെയ്യേണ്ടത്. അതിനൊന്നും നമുക്ക് യാതൊരു വിഷയം കാര്യങ്ങളില്ല. നമ്മളിങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ മുന്നിൽ കണ്ടതുകൊണ്ടാണ് നമ്മളിതിനെതിരെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴാണ് നമ്മളൊരു കേസ് ഫയൽ ചെയ്തത്. കാരണം നമ്മളിപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾക്ക് നമുക്കൊരു പ്രശ്നമില്ല. എത്രയോ സെലിബ്രിറ്റികൾ ഈ ഒരു സോങ് ഇട്ട് അവരുടേതായ റീൽസ് ക്രിയേറ്റിവിറ്റികളൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രിക്കറ്റ് താരങ്ങൾ, ഇൻ്റർനാഷണൽ താരങ്ങൾ, നമ്മുടെ ഇന്ത്യയിലത്തെ താരങ്ങൾ എത്രയോ ആൾക്കാർ എല്ലാവരും ഓരോപോലെ ഏറ്റെടുത്തൊരു പാട്ടാണിത്. ഇന്ത്യയിൽ ഇങ്ങനൊരു ഭക്തിഗാനം ഇങ്ങനെ ഹിറ്റാവാന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ നമുക്കതിനൊന്നും യാതൊരു പ്രശ്നമില്ല. കാരണം ഈ സമ്മർദ്ദമേറിയ ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ കുറച്ച് നേരമെങ്കിലും ഹാപ്പിനെസ് വരാനായിട്ട് ഒരു റീൽസുകളൊക്കെ ചെയ്യുമ്പോൾ അതിന് സന്തോഷമുള്ളൂ. പക്ഷേ ഇതൊരു കച്ചവടമാക്കുമ്പോഴാണ്, അതായത് അവരുടെ ഒരു പ്രൊഡക്റ്റിന് പ്രൊമോഷൻ ചെയ്യാൻ അവരിൽ ഇത്രയും വലിയ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ അവർക്കൊരു 10 പൈസ മുടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, അതിന് വാക്കുകളില്ല അങ്ങനെ പറയാനായിട്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ല. കണ്ട, അതായത് നയൻതാര ആൻഡ് ടീം, നിങ്ങളുടെ ആവശ്യം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ഡോക്യുമെൻ്ററി വരുന്നുണ്ട്. ആ ഡോക്യുമെൻ്ററിക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് പോകണം. ആ പ്രൊമോഷൻ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? കൃത്യമായിട്ട് ധനുഷിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്തു. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ധനുഷ് ആ റൈറ്റ്സ് നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നും അത് തരാത്തത് കൊണ്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്തു? ഇത് റിലീസ് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് ഈ സാധനം പുറത്ത് സോഷ്യൽ മീഡിയയിൽ ലെറ്ററായിട്ട് ഇട്ടിട്ട് അത് വൈറലായി. അത് ആ രീതിക്കണ്ടാക്കി മാറ്റി. എവിടെ ഇരിക്കുന്നത്? നിങ്ങൾ ഒരു കയ്യിൽ നിങ്ങൾ ധനുഷിനെ പറയുമ്പോൾ, അല്ലെങ്കിൽ ധനുഷിനെ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ്, എന്താണ് ഇയാൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ സമൂഹത്തിന് മുന്നിൽ ധനുഷിനെ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങളെന്താണ് ചെയ്യുന്നത്? നിങ്ങളെന്താണ് ചെയ്യുന്നത്? മാന്യത, റെസ്പെക്റ്റ്, ഈ സാധനങ്ങൾ നിങ്ങൾക്കും വേണ്ടേ? വളരെ ഇപ്പോഴും അവർ കേസുമായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസും കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാനാണ് നേരത്തെ പറഞ്ഞ മനുഷ്യത്വം, ധനുഷിനോട് ചോദിച്ച അതേ മനുഷ്യത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോടതി നയൻതാരയ്ക്കില്ലേ? നയൻതാര എന്താ ചെയ്യേണ്ടത്? വളരെ മാന്യമായിട്ട് ഈ കരിങ്കാളിയല്ലേ ആ ടീമിൻ്റെ ഇതിങ്ങനെ ഉപയോഗിച്ചു, സോ അതിലൊരു സോറിയും പറയുക, അതിനൊരു ഇത്ര എമൗണ്ടും കൊടുത്തിട്ട് അവരെ സെറ്റിൽ ചെയ്യേണ്ടത് നിങ്ങൾ. അത് കോടതിയിൽ വെച്ച് കണ്ടോളാം, നീ ആരുടെ, ഐ എം നയൻതാര, ആ ഒരു ആറ്റിറ്റ്യൂഡാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു ആറ്റിറ്റ്യൂഡും, നിങ്ങൾക്ക് ആരെങ്കിലും NOC തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു തരം ആറ്റിറ്റ്യൂഡും അല്ലേ? അപ്പോൾ ധനുഷിൻ്റെ അടുത്താണ് ഈ പരിപാടി നടക്കില്ല. പാവം ഇതേപോലുള്ള മനുഷ്യന്മാരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് നിങ്ങൾക്ക് കോടതി കയറ്റി ഇറക്കാം. ആ സ്കീമാണ്. ആദ്യത്തെ ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കേസ് ഇപ്പോഴും നിലനിന്ന് പോകുന്നു. അടുത്ത ഡേറ്റ് കോടതിയിൽ നിന്ന് അറിയിക്കുന്ന ആണ് പറഞ്ഞത്, നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞത്. കേസ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ ന്യൂസ് വന്നത് മനോരമ ചാനലിലാണ്. അതിനുശേഷം മറ്റ് പ്രമുഖ ചാനലുകളും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഈ കേസിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും പോസ്റ്റുകളൊക്കെ വന്നു. അതിലൊരു 60% ആൾക്കാരും നമ്മൾ തെറിവിളിക്കായിരുന്നു. കാരണം ആൾക്കാർ വ്യക്തമായി ഒന്നും കേൾക്കാതെയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാണ്ട് തെറിവിളിക്കുകയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുക, നമ്മുടെ മലയാളികൾ അങ്ങനെയാണ്. പക്ഷേ അവർക്ക് യാഥാർത്ഥ്യം അറിയുമ്പോൾ ചിലപ്പോൾ അവർ തിരുത്തിയിരിക്കും. എന്നാൽ കൂടി അന്ന് കാശിന് വേണ്ടിയില്ലേ, അതല്ലേ ഇതല്ലേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഒരു ആൾക്കാർ ഇപ്പോൾ അവർക്ക് മനസ്സിലായല്ലോ. ഒരു 3 സെക്കൻഡ് എടുത്തതിനാണ് ധനുഷ് 10 കോടി ചോദിക്കുന്നത്. നമ്മുടെ പാട്ട് അവർ 30 സെക്കൻഡാണ് എടുത്തത് നയൻതാര. അത് നമ്മുടെ അറിവില്ലാതെ. അപ്പം ഞാൻ പറയട്ടെ, ആവേശം എന്ന മൂവിയിൽ ഒരു 8 സെക്കൻഡാണ് അവർ ചോദിച്ചത്. അതിനവർ നിയമപരമായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് വലിയൊരു എമൗണ്ടാണ് അവർ തന്നത്. നമുക്ക് ഞാൻ പോലും എന്താ പറയുക അത്ഭുതപ്പെട്ടു പോയി. അത്രയും വലിയൊരു എമൗണ്ടാണ് നമുക്ക് അവർ തന്നത്. മനസ്സിലായ? അത് അവർക്കറിയാം, അവർ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് അവർ അങ്ങനെ നിയമപരമായിട്ട് മുന്നോട്ട് പോയത്. അതുപോലെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ ഒരു പെർമിഷനോ അനുവാദമോ ഒന്നും ഇല്ലാതെയാണ് നയൻതാര 30 സെക്കൻഡ് എടുത്തെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഈ ഒരു കേസിനെ സംബന്ധിച്ച് ഈ ഒരു ന്യൂസിൽ ഞാൻ പറഞ്ഞിരുന്നു,
ഇന്ത്യയിലെ 2 പ്രമുഖ കമ്പനികൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുകയായിരുന്നു. അത് ആൾക്കാർ പറഞ്ഞു അത് അങ്ങനെ പറഞ്ഞ് പറ്റിക്കലാണ്, ഇങ്ങനെയാണ് തെളിവുണ്ടോ അതുണ്ടോ നമുക്ക് അവരെ തെളിവ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ ജനങ്ങളെ. നമ്മൾ ആ തെളിവുകളൊക്കെ കോടതിയിൽ കാണിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട്. പിന്നെ ആ ഒരു 2 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രിട്ടാനിയ കമ്പനി അവരുടെ പുതിയ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യാനും, അതുപോലെ തന്നെ HDFC ബാങ്കിൻ്റെ അവരൊരു പുതിയൊരു ബാങ്ക് എന്തോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ കമ്പനിക്കാർ നേരിട്ടല്ല കേട്ടോ നമ്മുടെ അടുത്ത് വന്നത് അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളാണ് വന്നത്. ഒരു ഏജൻസിയാണ് നമ്മൾ സംസാരിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊട്ടേഷനൊക്കെ അവർ അയച്ചു കൊടുത്തു. അവർ എഗ്രി പറഞ്ഞാണ്, ഓക്കെയാണ് ഇത്രയും സെക്കൻഡ് തൊട്ട് ഇത്ര സെക്കൻഡ് വരെ അവർ എഗ്രി പറഞ്ഞു. അതിനുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നയൻതാരയുടെ സംഭവം വരുന്നതും പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് റിജക്റ്റ് ആയി പോവുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ വഴിയില്ല, കേസ് കൊടുക്കാതെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. നമ്മളിപ്പോൾ ഈ ഒരു സോങ് എന്ന് പറഞ്ഞാൽ കരിങ്കാളിയിലെ എന്ന സോങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിൽ കോപ്പിറൈറ്റ് ഓഫീസ് എന്ന് പറഞ്ഞ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തൊരു സോങ്ങാണത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സോങ്ങാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു പാട്ടുണ്ടാക്കി വെറുതെ ഇട്ടിട്ട് അവർ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അങ്ങനെയല്ല. സത്യത്തിൽ ഈ ഒരു പാട്ട് എല്ലാ നിയമസാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്ത്യയിലെ IPRS ഒരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന IPRS അതിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാട്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ കോപ്പിറൈറ്റ് അതിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനൊരു നിയമസാധ്യതയുണ്ട്. കോപ്പിറൈറ്റ് നമ്മുടെ അനുമതിയില്ലാതെ മറ്റുള്ളവർ അത് എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് കോപ്പിറൈറ്റ് പ്രകാരം കേസുമായി മുന്നോട്ട് പോകാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്നത്. എല്ലാ നിയമസാധ്യതകളും നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കളെ, ഇനി നിങ്ങൾ തീരുമാനിക്കുക, നയൻതാര ഈ ധനുഷിന് അയച്ച ലെറ്റർ അത് എന്തുകൊണ്ടാണ് നമ്മൾ റെലവൻ്റ് ആയിട്ട് കാണേണ്ടത് എന്നുള്ളത് റെലവൻസി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ആ പ്രമോഷൻ. അവരുടെ നെറ്റ്ഫ്ലിക്സിൽ വരുന്ന സാധനം 10 ആൾ അറിയണം, അതിന് ധനുഷിൻ്റെ പേര് വലിച്ചിട്ട് കാശിന് വിറ്റൊരു സാധനം. ഓക്കെ, അതിനൊരു പ്രമോഷൻ വേണം. അതിനുവേണ്ടി വേറെ അടുത്തേനും കൂടി വലിച്ചിട്ടിട്ട് വിറ്റു. അത്രയേ ഉള്ളൂ. ഇവർ ചെയ്തതിന് ഇവർക്ക് ഇപ്പോഴും ഉത്തരമില്ല. ഓക്കെ, പിന്നെ കുറേ ആൾക്കാർ ഇനി മറ്റേ കാർഡുമായിട്ട് വരും. നയൻതാരയ്ക്കെതിരെ സൈബർ ആക്രമണം, സ്ത്രീയായ നയൻതാരയ്ക്കെതിരെ സൈബർ, പുരുഷനായിട്ടുള്ള ധനുഷിനെതിരെ ഇവരഴിച്ചു വിട്ട സാധനത്തിൽ നിന്ന് വന്ന സൈബർ അറ്റാക്ക് എന്താ? ഈ പുരുഷനായിട്ടുള്ള വ്യക്തിക്ക് ക്ലെയിം ചെയ്ത് ഈ ഒരു വ്യക്തിനെ കോടതി കയറ്റി ഇറക്കലും പരിപാടിയും ഈ സ്ത്രീയായ നയൻതാരനല്ലേ ചെയ്യുന്നത്? ഒരു കയ്യിൽ വുമൺ എംപവർമെൻറ്റും സ്ത്രീയുടെ വർത്താനവും ബാക്കി കാര്യങ്ങളും മനുഷ്യനല്ലേ കാണണം, ദൈവത്തിൻ്റെ കോടതിയും പറയും. അപ്പുറത്ത് പോയിട്ട് ഒരു പാവപ്പെട്ടവനെ എടുത്തിട്ട് കോടതി കയറ്റി അവൻ്റെ സാധനം ഉപയോഗിച്ച് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ നടത്തി. വാട്ട് ഈസ് ദിസ്? നയൻതാരയ്ക്ക് അത് പ്രത്യേകിച്ച് മനസ്സിലാവണം. കാരണം നയൻതാര എന്ന് പറയുമ്പോൾ ലൈഫിൽ ഏറ്റവും റോക്ക് ബോട്ടം ലെവലിൽ നിന്ന് കയറി വന്ന് ഇൻഡസ്ട്രിയിൽ സ്വന്തമായിട്ടുള്ളൊരു പേര്, സ്വന്തം വഴി വെട്ടി വന്നവൾ എന്നുള്ളൊരു സംഗതി, ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള പേരിലേക്ക് വന്ന ഒരാളാണ്. അത്രയും സ്ട്രഗിളിലൂടെയല്ലേ ഇവരും പാട്ടുണ്ടാക്കുന്നത്. നിങ്ങളൊരു ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ നിങ്ങൾക്ക് എന്താ കാശില്ലേ ചിലവാക്കാൻ? അങ്ങനെ ഒരു സോങ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ മിനിമം കേർട്ടസി ആണ് അവർക്ക്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇൻഫോം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അത് എത്ര എമൗണ്ട് വേണമെന്ന് ചോദിക്കുക. എന്നാൽ മിനിമം സാധനമാണ്. കേസായിട്ട് പോലും നിങ്ങൾക്കൊരു സെറ്റിൽമെൻറ്റിന് പോകാൻ വയ്യ. നിങ്ങൾക്ക് സോ ബാഡ് എന്നേ ഇതിന് പറയാനുള്ളൂ. ഓക്കെ, ഇതാണ് നയൻതാര മറ്റേ പ്രൊമോഷന് വേണ്ടി കരിങ്കാളിയല്ലേ ഉപയോഗിച്ച് NOC ഇല്ലാതെ ആ ചങ്ങാതിമാർ ക്ലെയിം കൊടുത്തപ്പോൾ കോടതി നടക്കുന്നു. ഒരു സൈഡിൽ ധനുഷ് NOC തന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നു. എൻഡ് ഓഫ് ദ ഡേ എല്ലാം ബിസിനസ്സുകൾ. നയൻതാര വന്നു, ബിസിനസ് പഠിച്ചു, ക്ലിയറായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഓക്കെ ഇൻസ്പയറിംഗ് ആണ് ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളും. പക്ഷേ ഇമ്മാതിരി ഉടായ്പിലൊന്നും ആരും കയറി ഇൻസ്പയർഡ് ആവരുത്. അവരെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപദ്രവിക്കാൻ പാടില്ലല്ലോ അവിടെ ഒരാൾ. അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനാണെന്നുണ്ടെങ്കിൽ അത് പറ്റിയെന്ന് പറയണം. അല്ലെങ്കിൽ നേരത്തെ പറയുമ്പോൾ ധനുഷിനെതിരെ ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ധനുഷിനെതിരെ ധനുഷ് അതൊരു ബ്രാൻഡാണ്. കരിങ്കാളിയിലെ ടീം ആരുമല്ല. അപ്പം ഞങ്ങൾ തന്നെയാണ് ഇവിടെ മെയിൻ. ഞങ്ങൾക്ക് ലീഗലി നോക്കാം, അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ട് ആ സ്കീം അങ്ങനത്തെ എന്തോ ഒരു എന്താ പറയുക അവരാര് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് തോന്നുന്നു ഇവർക്കൊക്കെ.